പൊന്നെ ഫ്രിഡ്ജിലെ കോഴിമുട്ടകളൊക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ട് എൻ്റെ തലക്ക് ഒരു സുഖം തന്നെ ഉണ്ടാവില്ല കേട്ടോ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കായിരുന്നു കേട്ടോ ഇത് കൊണ്ടുവന്നിരുന്നത്. ഇക്ക പിന്നെ ഇപ്പോൾ പോവാറേ ഇല്ല. പോവാത്തത് എന്തുകൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമേ കേട്ടോ മുട്ട കിട്ടുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഇക്കാക്ക് പണിയുണ്ടാവും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ഥിരം ഒരു പണിയായി പോയി ചെയ്തിട്ട്. ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ചക്കത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പെൻഡിങ്ങിലായതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ നമുക്ക് ഓരോരോ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തു തരാം. അങ്ങനെയുള്ളതൊക്കെ ആ സ്പോട്ടിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് ഇക്ക വരുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ പിന്നെ പെൻഡിങ്ങിൽ വെക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ആ സ്പോട്ടിൽ തന്നെ അപ്ലോഡ് ചെയ്തതാണ്. അങ്ങനത്തെ ഇന്ന് ദോശയാണ് കേട്ടോ പിന്നെ കടി ഉണ്ടാക്കുന്നത്. പിന്നെ കറിക്കാണെന്നുണ്ടെങ്കിൽ ചട്ടിണി ആയിരുന്നു. അപ്പോൾ ചട്ടിണി ഉണ്ടാക്കിയതെന്ന് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ കടുകൊക്കെ നല്ലോണം അത് പൊട്ടി തെറിച്ചതിന് ശേഷം പിന്നെ ഒരു 2 ചെറിയ ഉള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി തേങ്ങയിലിട്ട് നല്ലോണം എന്നിട്ട് പേസ്റ്റാക്കി അരച്ചു വിട്ടാൽ അങ്ങനെയാണ് ചട്ടിണി ഉണ്ടാക്കിയിട്ടുള്ളത്. ചട്ടിണി ആകുമ്പോൾ പല രൂപത്തിലുണ്ടാക്കല്ലേ. ഞാൻ ഇങ്ങനെയാണ് ഇന്നുണ്ടാക്കിയത്. പിന്നെ അത് അങ്ങോട്ടാണ് മാറ്റി വെച്ചതിന് ശേഷം 2 പേനും കൂടിയാണ്ട് വെച്ചു വിട്ടാൽ. 2-ലാക്കുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ, കൂടുതൽ നിൽക്കണ്ടല്ലോ. ഞാൻ എപ്പോഴാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലാട്ടോ എന്തുണ്ടാക്കാറ്. കുറച്ച് കഴിയുമ്പോഴേക്കത് എൻ്റെ കാല് വെരിക്കോസിനോട് നല്ലോണം കടയാൻ തുടങ്ങും. അപ്പോൾ ഞാൻ പെട്ടെന്ന് എങ്ങനെയൊക്കെയാണ് പണി തീർക്കാൻ നോക്കുന്നവ അങ്ങനെയാട്ടോ ചെയ്യാറ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ ഞാനൊന്ന് കിടക്കും ചെയ്യും കേട്ടോ. കിടന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വേദന അങ്ങോട്ട് മാറും. വീണ്ടും തിരിച്ച് കുറച്ച് കഴിഞ്ഞ് പണിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. അങ്ങനെയൊക്കെ തട്ടി മുട്ടി തട്ടിയിട്ട് നമ്മുടെ ഓരോ ദിവസങ്ങളും കടന്ന് പോകുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും നിങ്ങളോട് പറയാറില്ലേ. അപ്പോൾ ദോശ പിന്നെ നമ്മുടെ മഹല്ല് മൊത്തം കാണുന്ന നിറയെ ഹോൾസുകളുള്ള ദോശ ആയിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. നമ്മുടെ കട്ടിയുള്ള ദോശ ആർക്കും ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ നിറയെ ഹോൾസുകളായിരിക്കും. അങ്ങനെ ദോശ ഉണ്ടാക്കി ദോശപ്പണി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദോശയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ ദോശ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാനാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കാറ് കടി. മലപ്പുറംകാർക്ക് പിന്നെ പൊതുവേ ദോശൻ്റെ ആൾക്കാരാവുമല്ലോ മലപ്പുറംകാരില്ലേ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഷിബിലിമോനും ഫിനിമോളും പറഞ്ഞിരുന്നു കേട്ടോ ഇന്ന് ദോശ മതി, കറി അതന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചോറുണ്ടായിരുന്നേനു. അപ്പോൾ പിന്നെ അതന്നെ മതി എന്ന് വിചാരിച്ചു. അവർക്ക് പിന്നെ ഇത് തന്നെ സ്കൂളിലേക്ക് കൊടുത്തു വിടാമെന്ന് വെച്ചു. അങ്ങനെ ഇത് ചട്ടിനി നമ്മുടെ ദോശ ഇത് സൂപ്പറായി ഉണ്ടാക്കിയിട്ടോ. പിന്നെ അത് അപ്പോഴേക്കും നമ്മുടെ ഷിബിലിമോനും മദ്രസൊക്കെ വിട്ട് വന്ന് അവന് സ്കൂളിലേക്ക് പോവാൻ കേട്ടോ. ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ പിന്നെ അവനെൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടോ അവനെന്നും പോവാറ്. അങ്ങനെ അവനക്ക് ടാറ്റയും സലാമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിതേ പോരുകയാണ്. പിന്നെ നേരത്തെ തന്നെ പണികളൊക്കെ കഴിച്ച് വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചൊവ്വാഴ്ചക്കത്തെ വ്ളോഗല്ലേ ഇത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രിഡ്ജിലുള്ള മുട്ടകളൊക്കെ തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ ഷിബിലും മോനും ഇങ്ങനെ പറയുന്നു, ഇക്കും പറയായിരുന്നു മുട്ട കഴിഞ്ഞിട്ടുണ്ടല്ലോ കൊണ്ടുവരുമെന്ന് അങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ. ഇക്കാക്ക് പിന്നെ പണിയുണ്ട്. അപ്പോൾ ഇക്കാക്ക് പണിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ എനിക്കുള്ളൊരു പണിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും നമ്മുടെ അടുത്തുള്ള കുഞ്ഞോളമ്മയുണ്ടല്ലോ 2 പേരും കൂടി ഒന്നിച്ച് പോവാമെന്ന് വെച്ച് നേരത്തെ തന്നെ പണികളൊക്കെ ചെയ്ത് വെക്കുകയാണേ. പിന്നെ വീഡിയോ കാണുന്നവരെയൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. പിന്നെ നിങ്ങൾ കാണുന്ന ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്കും കൂടി കൊടുക്കണേ. അപ്പോൾ ഫിനിമോൾ മദ്രസ വിട്ട് വന്നിട്ടില്ല കേട്ടോ. ഞാൻ അവൾ വരുമ്പോഴേക്ക് ഏകദേശം തുടക്കലൊക്കെ കഴിക്കാമെന്ന് വെച്ചതാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അടിച്ചു വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ തുടക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആരും വീട്ടിലുണ്ടാവാൻ പാടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അടിച്ചു വരുമ്പോഴും തുടക്കുമ്പോഴൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഫാൻ ഇടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആക്കത്തിന് ഉണങ്ങിയാൽ മതിയില്ല. അതൊക്കെ ഇവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫാൻ ഇട്ട് വെക്കും കേട്ടോ. അഥവാ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഫാൻ ഇട്ട് വെക്കും. ഞാൻ ഒറ്റക്കാവുമ്പോൾ ഞാൻ ഫാൻ ഇട്ട് വെക്കാറില്ല. ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഉണങ്ങൂലെന്നല്ലേ. അപ്പോൾ പിന്നെ അത്യാവശ്യമാണ് ഫാൻ ഇട്ട് വെക്കുന്നത് അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അടയാളം അങ്ങനെ വീഴൂലേ. എൻ്റെ പൊന്നെ നമ്മൾ ഷിബിലിമോൻക്ക് കുറച്ച് വണ്ടികളുണ്ട് കേട്ടോ. അത് ഞാൻ അടിച്ചു വരുമ്പോഴായും തുടക്കുമ്പോഴായും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ. മറ്റുള്ളതൊക്കെ പിന്നെ അവർ കളി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ എടുത്ത് വെക്കും. ഇത് പിന്നെ ഇതിൻ്റെ പാർക്കിംഗ് സൗകര്യം ഇവിടെയാണ് കേട്ടോ അവർ കൊടുത്തിട്ടുള്ള. അപ്പോൾ പിന്നെ അവിടെ ആയിരിക്കും. ഞാൻ അടിച്ചു വരാണെന്നുണ്ടെങ്കിലും തുടക്കാണെന്നുണ്ടെങ്കിലും അവിടെ തന്നെ വെക്കും. അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും എടുക്കും. പിന്നെ അത് അവിടെ തന്നെ കൊണ്ടുവെക്കും. അങ്ങനെ ചെയ്യാറ്. പിന്നെ അത് തുടക്കൽ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ഫിനിമോളും മാന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരികയാണെങ്കിലും മദ്രസ ഇട്ട് വരികയാണെങ്കിലും ആ വിളിക്ക് വേറൊരു പ്രത്യേക രസമാണല്ലേ. അതങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനത്തെ അവൾ വരുമ്പോൾ എന്നോട് ചോദിക്കട്ടെ ഇപ്പോഴെന്നെ തുടക്കലൊക്കെ തുടങ്ങിയാന്നാട്ടാ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് മുട്ട കിട്ടുന്ന ദിവസമല്ലേ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ ഇട്ടിട്ടല്ലേ മദ്രസയ്ക്ക് പോവുക. അപ്പോൾ എങ്ങനെയായാലും വരുമ്പോഴേക്ക് അതിൻ്റെ അടി കുറേശ്ശെ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്നെ അങ്ങനെ വിളിക്കോട്ടെ അത് ഊരിക്കൊടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെന്താ പറയുന്നത് അറിയോ, കുറച്ച് നേരം സ്കൂൾക്ക് പോകാനാകുമ്പോഴേക്കും റെസ്റ്റ് എടുക്കട്ടെ ഏട്ടാ ചോദിക്കുന്നത്. അവിടുന്ന് ഇങ്ങനെ നടന്നു വന്നതല്ലേ, അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് വേണമെന്നാട്ടാ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാം ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാനും തുടക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഏതായാലും അവൾ റെസ്റ്റ് എടുക്കല്ലേ, അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടല്ലേ ചായ കുടിക്കാറ് എല്ലാവരും. അപ്പോൾ അവൾ ചായ കുടിക്കുമ്പോഴേക്കും ഇവിടെ പെട്ടെന്ന് തന്നെ ഒന്ന് തുടക്കാന്ന് വെച്ചിട്ട്, അപ്പോൾ എനിക്കെന്താ അറിയോ, എടുക്കണ പണി ആ സ്പോട്ടിൽ ചെയ്ത് തീർക്കട്ടെ, എന്നിട്ടേട്ടാ ഞാൻ അടുത്ത പണിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും അവളോട് പറഞ്ഞു എന്നാൽ പിന്നെ ഡൈനിങ് ഹാളിൽ ഇരുന്നെന്ന് പറഞ്ഞിട്ട് അവൾക്കുള്ള ചായ പിന്നെ ഇങ്ങോട്ട് കൊടുത്തു. എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ തുടക്കലും കഴിക്കല്ലോ, പിന്നെ അവളെ കൊണ്ടാക്കി കൊടുക്കും വേണ്ടേ. അങ്ങനെ അവൾ ചായ കുടിക്കുന്നുണ്ട്, ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണി അങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് തുടക്കൽ നമ്മുടെ പുറത്തുള്ള അടുക്കളയിലെ അവിടെ എത്തി. എടുക്കണ പണി മുഴുവനാക്കിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സമാധാനം വേറെയാണ് അല്ലേ. അങ്ങനെ അതങ്ങോട്ടാണ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മളെ ഫിനിമോളെ ചായക്കുടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അവളുടെ മുടി കെട്ടലാണ് കേട്ടോ. അവൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മോഡലിൽ വേണം എന്നിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി സമയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് സിമ്പിളായിട്ട് തന്നെ കെട്ടി കൊടുക്കുകയാണേ. മോഡലാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ടൈം പിടിക്കും. അപ്പോൾ പിന്നെ സിമ്പിളായി തന്നെ കെട്ടി. അപ്പോഴേക്കും ഇവിടെ എത്തിയപ്പോഴേക്കും വണ്ടി വന്നു, അവളും പോയി. പിന്നെ ഞാൻ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചായ കുടിക്കാമെന്ന് വെച്ചു, ബാക്കിയുള്ള പണികൾ അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു. നമ്മളുടെ പള്ളികളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണ്ടേ. നമ്മൾ പെണ്ണുങ്ങളെന്ന് പറഞ്ഞത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തോണ്ടിരിക്കുന്നത്. നമുക്ക് ഇക്കാൻ്റെ കൂടെ അതുപോലെ തന്നെ മക്കളുടെ കൂടെ ചായ കുടിക്കാനോ എന്തെങ്കിലും കഴിക്കാനോ ഒന്നും ടൈമും കിട്ടൂലല്ലേ. ഞാൻ പിന്നെ കഴിയുന്ന പോലൊക്കെ അങ്ങോട്ടാണ് ചെയ്യൂട്ടാ. പിന്നെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ, ഇതും കൂടി കഴുകി വെച്ചതിന് ശേഷം വേണട്ടോ അടുത്ത പരിപാടി നോക്കാൻ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയുണ്ട്, പാത്രങ്ങൾ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലും ബീതന്മേലൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. ഞാൻ എപ്പോഴായാലും ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കൂട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു പണി ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തിട്ട് ഇവിടെ വീണ്ടും ഇച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങണ ഈ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ മാത്രം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ടാ. ഷിബിരിമാനും ഫിനിമോളും ഒന്നുമില്ല. അപ്പം അവരുണ്ടാവുമ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഒന്നുണ്ടാവും കേട്ടോ. അപ്പം ഇവിടെ മാത്രം കേട്ടോ ഇപ്പം ചെയ്യുന്നുള്ളൂ. ഇന്നാളെ റോഡ് മൊത്തം ക്ലീൻ ആക്കിയതായിരുന്നല്ലോ, അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഷീറ്റുമൊന്നും കൂടി വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇച്ച് കെട്ടിയിട്ടുള്ളത്. എത്ര ക്ലീൻ ആക്കിയിട്ട് ഇവിടെ കാര്യമില്ല കേട്ടോ. വീണ്ടും അവിടെ ഇച്ച് കെട്ടും. മഴയില്ല വെള്ളമാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോവേ ഇല്ല കേട്ടോ. റോഡിൽ കൂടെ ഏത് സമയവും മഴ ആയിട്ടുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ പോവായിരിക്കും. കണ്ടില്ലേ, വെള്ളം ഒഴിച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ കഴുകിയ ഭാഗം വേറെ അറിയുന്നുണ്ടല്ലേ. മൊത്തം കഴുകാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പണിയാവും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിന് നിൽക്കായാണ്. കാലിൽ വെരിക്കോസ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ പണി കഴിയുമ്പോഴേക്കും നല്ലോണം കടയൂട്ടാ. ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ റെസ്റ്റൊക്കെ എടുത്ത് വന്നിട്ടാണ് കേട്ടോ ഈ ഭാഗ പണികളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് എത്ര വേദനകൾ സഹിച്ചിട്ടായിരിക്കും അല്ലേ. എല്ലാവരും ഉണ്ടാതിരിക്കുന്നവരുണ്ടാവും, ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവരുണ്ടാവും, വേദന സഹിച്ച് കഴിയുന്നവരുണ്ടാവും. എല്ലാവരെയും തൊട്ട് കാക്കട്ടെ അല്ലേ. എല്ലാവരുടെ രോഗം അള്ളാഹു ഷിഫയാക്കി തരട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് അലക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്ലിൽ തന്നെ അലക്കാന്ന് വെച്ചു. എൻ്റെ പൊന്നെ, നേരം വെളുത്ത പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത പണികളില്ലല്ലേ. എന്തെല്ലാം പണികളാണ് നേരം വെളുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഞാൻ പിന്നെ ഉച്ചക്ക് ചോറുണ്ടെന്നുണ്ടെങ്കിലൊന്നും ഉച്ചക്ക് വെക്കാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ രാത്രിക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കേട്ടോ ഒപ്പിക്കാറ്. രാത്രി കേക്കാക്ക് പിന്നെ എന്തായാലും വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഞമ്മക്കും പിന്നെ അങ്ങനെയൊക്കെ തട്ടിമുട്ടിയാണ്ട് ഒപ്പിക്കൂട്ട. അങ്ങനത്തെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ ഡ്രസ്സുകളൊക്കെ ഉണക്കാനിട്ട് പിന്നെ ഒക്കെ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റപ്പോക്ക് പോകാനിട്ട് മുട്ട കൊടുക്കാനുള്ള ടൈം ഏകദേശം ആയിക്കൊണ്ടിരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് എത്തിയിട്ട് വേണ്ട, ഇവിടെ അടുത്ത് തന്നെയാണ് എന്നാലും നടക്കണം. പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ കുഞ്ഞോളുമാനും വിളിച്ചുകൊണ്ട് ഒറ്റപ്പോക്കാട്ടെ. ഏതായാലും ഹൈവേയിൽ എത്തിയിട്ടൊക്കെ വലിയ വ്യത്യാസം കുറവൊന്നുമില്ല കേട്ടോ. 50 പൈസ 1 രൂപ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറവേ ഉണ്ടാവും. പക്ഷെ നല്ല മുട്ട ആയിരിക്കും കേട്ടോ. ചില ടൈമിന് നല്ല വലിപ്പമുണ്ടാവും മുട്ട, ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ചെറുതായിരിക്കും, ചിലപ്പോൾ മിക്സഡൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനത്തെ ഇവിടെ എത്തിയപ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീട്ടിലൊക്കെ. ഇവിടെ നിന്നാട്ടോ ടോക്കൺ കിട്ടാറ്. ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ മുട്ട കിട്ടുള്ളൂ. അതും ഒരാൾക്ക് ഒരു ടോക്കൺ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഈ ഫാമിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്നോട് 2-3 പേര് ചോദിച്ചു കേട്ടോ എങ്ങനെ കിട്ടാന്നൊക്കെ ചോദിച്ചു. ഞാൻ അവരോടും തന്നെ പറഞ്ഞു കൊടുത്തിരുന്നു. എന്നിട്ട് പിന്നെ അവരൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടില്ല നിങ്ങൾ, ഒരു കല്യാണത്തിനുള്ള ആളുകളുണ്ട് കേട്ടോ. ഇവിടെ 11:45 മുതൽ 12 മണി വരെ മാത്രമേ ടോക്കൺ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടോക്കൺ കിട്ടില്ല. കണ്ടില്ല നിങ്ങൾ, മുട്ട കിട്ടുന്ന ടൈം ആയപ്പോഴേക്കും ഒരുപാട് പേര് എത്തിയിട്ടാ. ഇവിടെ എല്ലാ ആഴ്ചയും ഇങ്ങനെയാണ് ഉണ്ടാവാറ്. ആദ്യം ഇവർ ഇവിടെയുള്ള മുട്ടൊക്കെ ടോട്ടൽ ചെയ്ത് വെക്കും, എന്നിട്ട് എത്ര ടോക്കണാണ് പോയിട്ടുള്ളത് നോക്കും, എന്നിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് മുട്ട ഒരാൾക്ക് ഇത്ര വീതം ഉണ്ടെന്ന് പറയുക. ചിലപ്പം 40, 50, 30 അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ കിട്ടുക. കഴിഞ്ഞ ആഴ്ച 30 മുട്ടയാണ് കിട്ടിയത്. പിന്നെ എന്താണെന്നറിയോ, ആ ടോക്കൺ അനുസരിച്ച് മാത്രമായിട്ട് ഉള്ളിലേക്ക് കയറാനും പാടുള്ളൂ. അങ്ങനത്തെ മുട്ടൊക്കെ വാങ്ങിച്ച് ഞാൻ നമ്മുടെ കുഞ്ഞോളമ്മയും കൂടി നമ്മുടെ വീട്ടിൽ തന്നെ പോന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ നോക്കട്ടോ പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യാറെന്നറിയോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു തുണിയോ ഷോളോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അത് താഴെ വിരിച്ചതിന് ശേഷം കേട്ടോ മുട്ട വെക്കാറ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ പൊട്ടില്ലല്ലോ. അങ്ങനത്തെ ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണേ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.